ഇന്ന് നമുക്ക് കുറച്ച് ലീഫി പ്ലാന്റ്സിനെ പരിചയപ്പെടാം. ഞാൻ സാധാരണയായി ചെടികൾ കളക്ട് ചെയ്യുന്നത് ഈ വീട്ടിൽ നിന്നാണ്. ഇവിടെ ധാരാളം ചെടികളുണ്ട്. നല്ല ഓർഡറായും അറേഞ്ചായും വെച്ചിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടം ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. എങ്കിലും പൂക്കളേക്കാൾ മനോഹരമാണ് ഇലകളെന്ന് ചില ചെടികൾ പറഞ്ഞു തരുന്നു. ഈ കാണുന്നത് ഗോൾഡൻ പോത്തോസ് എന്ന മണിപ്ലാന്റ് ആണ്. ഈ കൊച്ചു പോണ്ടിനെ ചുറ്റി വോളിലേക്ക് കയറിപ്പോയിരിക്കുന്നു. മെയിൻ്റനൻസ് വളരെ കുറഞ്ഞവയാണ് ഇലച്ചെടികൾ. ആക്ച്വലി ചില ഇലകളിൽ കാൽഷ്യം ഓക്സാലേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ട്. അത് വായിലിടുന്നത് കുട്ടികൾക്കും പെറ്റ്സിനും നല്ലതല്ല, പോയ്സണസ് ആണ്. അത് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ കീടങ്ങളുടെ ആക്രമണം ഇവയ്ക്ക് സ്വതവേ കുറവാണ്. പോട്ടിംഗ് മിക്സായി ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കൊക്കോ പീറ്റ്സും ഉപയോഗിക്കാം. എയറേഷന് വേണ്ടി പെർലൈറ്റ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ആഴ്ചയിൽ 2-3 തവണ നനച്ചാൽ മതി. കൈകൊണ്ട് ടോപ്പ് സോയിൽ ഡ്രൈനെസ് പരിശോധിച്ചു നോക്കിയിട്ട് നനയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ പല വെറൈറ്റീസിലുള്ള അഗ്ലോണിമ, കലാത്തിയ, സ്പൈഡർ പ്ലാന്റ് എന്നിവയും വിവിധ തരം മണി പ്ലാന്റ്സ്, സിങ്കോണിയം, ഫിലോഡെൻഡ്രോൺ ഇവയുടെയും കളക്ഷൻസ് ഉണ്ട്. ഈ പ്ലാന്റ്സുകളെല്ലാം തന്നെ എയർ പ്യൂരിഫയർ ആണ്. അഗ്ലോണിമ കോസ്റ്റാറ്റം എന്ന പ്ലാന്റ് നാസയുടെ സ്റ്റഡീസ് പ്രകാരം നല്ല എയർ പ്യൂരിഫയർ ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നഴ്സറിയിലും പ്ലാന്റ് ലവേഴ്സിൻ്റെ അടുത്തും ഇവയുടെ കളക്ഷൻസ് ഉണ്ടാകും. ഈ പ്ലാന്റുകളെല്ലാം തന്നെ ഡയറക്റ്റ് സൺലൈറ്റിലല്ല വെച്ചിട്ടുള്ളത്. ഇൻഡയറക്റ്റ് സൺലൈറ്റിലും അതേസമയം നല്ല ബ്രൈറ്റായ ഇടത്തുമാണ് വെച്ചിട്ടുള്ളത്. ഓവറായ സൺലൈറ്റ്, ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ തീക്ഷ്ണത കൊണ്ട് അവയുടെ ഇലകൾ ബ്രൗണിഷായും ക്രമേണ നശിച്ചു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പ്ലാന്റ്സ് വയ്ക്കേണ്ട സ്ഥലം എപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് ഇതിന് എതിർവശമുള്ള ഗാർഡൻ ഒന്ന് നോക്കാം. ഇതിന് എതിർവശമായിട്ട് നല്ല സൺലൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ചെറിയ പുൽത്തകിടിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പുൽത്തകിടി നന്നായി മണ്ണ് കൊത്തിക്കിളച്ച് അതിനു മുകളിൽ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ചേർന്ന മിശ്രിതം വിതച്ച് അതിനു മുകളിലാണ് ഗ്രാസ് നട്ടിരിക്കുന്നത്. ഈ ഗ്രാസിന് 2 നേരവും നനച്ചു കൊടുക്കേണ്ടതുണ്ട്. ചാണകപ്പൊടി ചാണകപ്പൊടി നല്ലതാണ്, പക്ഷേ അത് വിതറിയാൽ കള കൂടുതൽ വരാൻ സാധ്യതയുണ്ടത്രേ. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കിയാണ് ഗ്രാസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബോർഡറായി മിക്ക ഗാർഡനുകളിലും പോലെ തന്നെ ഹെലിക്കോണിയ, ലില്ലി, ബോട്ട് ലില്ലി എന്നീ ചെടികൾ വയ്ക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ക്രീപ്പേഴ്സായ മോൺസ്റ്റെറ, മണി പ്ലാന്റ്, സിങ്കോണിയം തുടങ്ങിയ ചെടികളും മറ്റു പല ഡ്രസീന വെറൈറ്റീസും ബാംബുവും ഇവിടെ കാണാം. ഇതുമാത്രമല്ല, പലതരത്തിലുള്ള ഇലച്ചെടികളും ഈ ഗാർഡന് ഭംഗി കൂട്ടുന്നുണ്ട്. ഏത് ഗാർഡനിലായാലും ഞാൻ നന്നായി വാച്ച് ചെയ്യുക പതിവാണ്. കാരണം
ആ ഗാർഡനിലുള്ള എൻ്റെ കയ്യിലില്ലാത്ത കളക്ഷൻസ് കളക്ട് ചെയ്യാനും ആ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കി എൻ്റെ ഗാർഡനിൽ ചില മാറ്റങ്ങൾ വരുത്താനും അത് സഹായിച്ചിട്ടുണ്ട്. പതിയെ എൻ്റെ കയ്യിലുള്ള കളക്ഷൻസ് ഞാനിവിടെ ഷെയർ ചെയ്യാം. ഇവിടെ നട്ടിരിക്കുന്ന ഒരു ചെടി 1 വർഷത്തിൽ കൂടുതലായ ഒരു പ്ലാന്റാണത്രേ. ഈ കാണുന്ന ചെറിയ ഇലകളുള്ള ചെടിയാണത്. നഴ്സറിയിൽ നിന്നും വാങ്ങിയതാണ്. 1 വർഷത്തിൽ കൂടുതൽ പ്രായമുണ്ടതിന്. പൂക്കൾ വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പൂത്തില്ലെന്നും പറയുന്നുണ്ട്. ഏതായാലും ഇതാണ് ഈ കളക്ഷൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.